أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവായ ഉടയ തമ്പുരാൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മാറണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ് അഥവാ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കികളുടെ മുവഹിദുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് ഏകദേശം 5 വർഷം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വപ്നം കാണുകയുണ്ടായി. താനും തൻ്റെ സ്വഹാബത്തും മുടി മുണ്ടനം ചെയ്തുകൊണ്ടും മുടി മുറിച്ചവരായിക്കൊണ്ടും മക്കയിൽ പ്രവേശിക്കുന്ന രംഗം. 1400 സ്വഹാബാക്കളെ തൻ്റെ കൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ നിർവഹിക്കുവാൻ വേണ്ടി ആ വഹിയിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാരുടെ വഹി സ്വപ്നമെന്നുള്ളത് വഹിയായിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. 1400 സ്വഹാബാക്കളെ കൂട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ നിർവഹിക്കുവാൻ വേണ്ടി പോവുകയാണ്. വഴിയിൽ വെച്ച് ശത്രുക്കൾ അവരെ തടയുകയാണ്. അവരോട് പറഞ്ഞു നോക്കി, ഞങ്ങൾ യുദ്ധത്തിന് വേണ്ടി വന്നതല്ല, മറിച്ച് ഞങ്ങൾ ഉംറ നിർവഹിക്കുവാൻ വേണ്ടി വന്നതാണ് എന്ന് ശത്രുക്കളോട് പറഞ്ഞു നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളോട് നിങ്ങൾ പക വരുത്തുവാൻ വേണ്ടി വന്നതാ എന്നുള്ളൊരു ധാരണയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിനെയും ശത്രുക്കൾ വഴിയിൽ വെച്ച് തടഞ്ഞു വെച്ചു, അഥവാ ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് തടഞ്ഞു വെച്ചു. ചർച്ചകൾ നടന്നു, അവർ സമ്മതിച്ചില്ല. അവസാനം ആ ഹുദൈബിയയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും സന്ധിയിൽ ഏർപ്പെടുകയാണ്. ആ ഹുദൈബിയ സന്ധി നമ്മൾ പലപ്പോഴും കേട്ടവരാണ്. ആ സന്ധിയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കരാറുകൾ, ചില അമാനത്തുകൾ, ചില സന്ധിയിൽ ഏർപ്പെട്ടത് എന്തൊക്കെയാണെന്ന് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. അവയിൽ പ്രധാനമായി കൊണ്ട് അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായി കൊണ്ടെടുത്ത കരാറ് 10 വർഷം ഇനി യുദ്ധം ചെയ്യരുത്. അതേപോലെ തന്നെ ഈ വർഷം നിങ്ങൾ ഉംറ നിർവഹിക്കാതെ തിരിച്ചു പോകണം. അടുത്ത വർഷം നിങ്ങൾക്ക് ഉംറ വന്ന് നിർവഹിക്കുകയും 3 ദിവസം മക്കയിൽ താമസിക്കുകയും ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ധിയിൽ ഏർപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്, മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ അവരെ മടക്കി അയക്കുകയില്ല.
മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം. പക്ഷെ മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാലോ അവരെ തിരിച്ചയക്കുകയില്ല. സഹാബാക്കൾക്ക് ഈ സന്ധി കേട്ടപ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹുവിനോടായിരുന്നു ഈ സന്ധി എഴുതുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു എഴുതുവാൻ കൂട്ടാക്കിയിട്ടില്ല എന്നൊക്കെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. സഹോദരന്മാരെ, ഈ സന്ധിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തൊരു തീരുമാനമായിരുന്നു, മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം. എന്നാൽ മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കുകയില്ല. ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, മുസ്ലിം പക്ഷത്ത് നിന്ന് ആരെങ്കിലും ശത്രുപക്ഷത്തേക്ക് അഥവാ മക്കയിലേക്ക് വരികയാണെങ്കിൽ അവർ തിരിച്ചയക്കുകയില്ല. എന്നാൽ ശത്രുപക്ഷത്ത് നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ധി അവരുമായി കൊണ്ട് പറഞ്ഞ് അത് എഴുതിയിട്ടില്ല. വാക്കാലെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് കരാറിൽ എഴുതി ഒപ്പിടുന്നതിൻ്റെ തൊട്ടു മുമ്പായിക്കൊണ്ട് ഒരാൾ ചങ്ങലയിൽ വേച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് കടന്നു വരിക. ശരീരമാസകലം മർദ്ദനത്തിന്റെ പാടുകളുണ്ട്. ചങ്ങലയിൽ ബന്ധിതനായിക്കൊണ്ട് ചങ്ങല വേച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് അബൂ ജുന്ദൽ കടന്നു വരുന്ന ഒരു രംഗം ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. ഖുറൈശികളിലെ പ്രമുഖനായ സുഹൈൽ ഇബ്നു അംറിന്റെ മകനാണ് അബൂ ജുന്ദൽ. തന്റെ പിതാവ് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ തന്നെ ചങ്ങലയിൽ ബന്ധിതനാക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ആ കെട്ടുകൾ അഴിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് അബൂ ജുന്ദൽ കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങനെ രക്ഷിക്കണം, അങ്ങനെ സംരക്ഷിക്കണം. ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്തും ആവശ്യപ്പെട്ടു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നമ്മൾ സന്ധിയിൽ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല, കരാർ എഴുതിയിട്ടില്ല പ്രവാചകരെ, ആ കരാർ വാക്കാലെ പറഞ്ഞിട്ടുള്ളൂ പ്രവാചകരെ. അതുകൊണ്ട് അബൂ ജുന്ദലിനെ രക്ഷിക്കണം, സംരക്ഷിക്കണമെന്ന് സ്വഹാബാക്കളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റുപറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമയത്ത് അബൂ ജുന്ദലിനോടും സ്വഹാബാക്കളോടും തിരിച്ചു പറഞ്ഞൊരു മറുപടി ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. അല്ലയോ അബൂ ജുന്ദൽ, നാം വാക്കു കൊടുത്തിരിക്കുന്നു. അല്ലയോ അബൂ ജുന്ദൽ, നാം അവർക്ക് വാക്കു കൊടുത്തിരിക്കുന്നു, ആ വാക്ക് മാറാൻ പാടില്ല. അതുകൊണ്ട് താങ്കൾ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകണം. അള്ളാഹു താങ്കൾക്കൊരു വഴി കാണിച്ചു തരും. എത്രയോ പ്രയാസത്തോടുകൂടി, വളരെ ദുഃഖത്തോടുകൂടി, വേദനയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ജുന്ദലിനെ തിരിച്ചയക്കുക. എന്താ തിരിച്ചയക്കാനുള്ള കാരണം? ഹുദൈബിയ സന്ധിയിൽ മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണമെന്നായിരുന്നു ആ സന്ധി എഴുതുന്നതിന് മുമ്പ് അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കാൽ അവർക്ക് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂ ജുന്ദൽ, ഞാനിങ്ങനെ പറയാനുള്ള കാരണം, കരാർ പാലനം സത്യവിശ്വാസികൾക്ക് നിർബന്ധമാണ്. അമാനത്ത് എന്നുള്ളത് അത് നിർബന്ധമാണ് അബൂ ജുന്ദൽ. അതുകൊണ്ട് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിരിക്കുന്നു, ഞാൻ ആ വാക്ക് മാറ്റുകയില്ല എന്ന് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് അബൂ ജുന്ദലിനോട് തിരിച്ചു പറയുന്ന ഒരു രംഗം ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. സഹോദരന്മാരെ, വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് അമാനത്ത് എന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, യഅതിൽ അബ്ദു യൗമൽ ഖിയാമത്തി വഇൻ ഖുതില ഫീ സബീലില്ലാഹ്. നാളെ പരലോകത്ത് എല്ലാവരെയും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ഒരു രംഗത്തെക്കുറിച്ച് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. വിവസ്ത്രരായിക്കൊണ്ട് വസ്ത്രം ധരിക്കാതെ വിയർപ്പിൽ മുങ്ങി നിന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഓരോ മനുഷ്യരെയും ഹാജരാക്കപ്പെടുന്ന രംഗത്തെക്കുറിച്ച് അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വിശദീകരിച്ചു തന്നു. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ ദാസന്മാരെ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ആനയിക്കപ്പെടും. വഇൻ ഖുതില ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടിട്ടുള്ള, വീരമൃത്യു വരിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരെയും അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ ഹാജരാക്കപ്പെടും.
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുന്ന ഫയുഖാലു, അവരോട് ചോദിക്കും അദ്ദി അമാനതക, അദ്ദി അമാനതക, നീ നിന്റെ അമാനത്ത് നിറവേറ്റി പോകൂ, നീ നിന്റെ അമാനത്ത് നിറവേറ്റി പോകൂ. എല്ലാവരും വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടുകൂടി ഭയപ്പാടോടുകൂടി മനുഷ്യന്റെ മുമ്പിലേക്ക് മനുഷ്യകുലത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിക്കണം, സ്ത്രീകളാകട്ടെ പുരുഷരാകട്ടെ, യുവാക്കളാകട്ടെ യുവതികളാകട്ടെ, വൃദ്ധന്മാരാകട്ടെ, പ്രായം ചെന്ന യുവതികളാകട്ടെ, ആരുമാകട്ടെ, ഈ ദുനിയാവിൽ നമ്മൾ എത്ര കാലം ജീവിച്ചുവോ, നാം എന്തെല്ലാം പ്രവർത്തിച്ചുവോ, ആ കാര്യങ്ങൾക്കൊക്കെ നാളെ സാക്ഷി പറയുന്ന ഒരു ലോകമുണ്ട്. അതാണ് മഹ്ശറ എന്ന് പറയുന്ന ലോകം. ആ അള്ളാഹുവിന്റെ ദർബാറിൽ ഓരോ മനുഷ്യനെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ആ മനുഷ്യനോട് ചോദിക്കും അദ്ദി അമാനതക, നീ നിന്റെ അമാനത്ത് നിറവേറ്റി പോവുക. ഈ സമയത്ത് മനുഷ്യൻ പറയും, അല്ലാഹുവേ, എങ്ങനെയാണ് ഞാൻ ആ അമാനത്ത് നിറവേറ്റുക? ഖദ് ദഹബത്തിൽ ദുനിയാ, ദുനിയാവ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക്, ദുനിയാവ് അസ്തമിച്ച സ്ഥിതിക്ക് എങ്ങനെയാണ് റബ്ബേ ഇനി ഞാൻ എൻ്റെ അമാനത്ത് നിറവേറ്റുക? ആ മനുഷ്യൻ ചോദിക്കപ്പെടും. ദുനിയാവിൽ നിറവേറ്റേണ്ട അമാനത്തുകൾ, ആ അമാനത്തുകൾ കൃത്യമായി കാത്തു സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നാളെ അവർക്കുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്ന മറുപടി എന്താ അറിയോ? ഇൻതലികൂ ഇലൽ ഹാവിയ, ഓ മലക്കുകളെ, ഇവനെ ഹാവിയയിലേക്ക് കൊണ്ടുപോയിടുക. അഥവാ ഹാവിയ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ നമ്മളൊക്കെ ഓതിയിട്ടുള്ള, നമ്മൾക്കൊക്കെ മനപ്പാടമുള്ള അൽ ഖാരിഅതു മൽ ഖാരിയ എന്നുള്ള സൂറത്ത് നമ്മളൊന്ന് മറിച്ചു നോക്കണം. കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക്, അമാനത്ത് കൃത്യമായി കൊണ്ട് പൂർത്തീകരിക്കാത്തവരെ ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ജുന്ദലിനോട് പറഞ്ഞത്, നാം വാക്കു കൊടുത്തുപോയി അബൂ ജുന്ദൽ, അത് അമാനത്താണ്, അതുകൊണ്ട് ഞാനതെന്ത് ചെയ്യൂല, മാറ്റി പറയുകയില്ല, അത് നിറവേറ്റും. അതുകൊണ്ട് താങ്കൾ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുക, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്കൊരു വഴി കാണിച്ചു തരുന്നതാണ് എന്ന് വളരെ പ്രയാസത്തോടുകൂടി സങ്കടത്തോടുകൂടി അബൂ ജുന്ദലിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചയക്കുന്നുണ്ട്. കൂട്ടരെ, നമ്മൾ നോക്കൂ, പരസ്പരം വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ ആ വിശ്വസ്തത ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കേണ്ടതുണ്ട്. അമാനത്ത് എന്ന് പറഞ്ഞാൽ ഗൗരവമുള്ളൊരു വിഷയമാണ്, നിസാരമായി കാണേണ്ട ഒരു വിഷയമല്ല. അതിൽ കൃത്രിമത്വമോ വഞ്ചനയോ നടത്തുന്നതിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൻ്റെ സഹോദരനോട് പറയുന്ന ഒരു സംസാരം പോലും അമാനത്തായി കൊണ്ട് കാണണം. ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും അമാനത്തായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അത് വസ്തുക്കളാണെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട സമയത്ത് അമാന്തം വരുത്താതെ, കൃത്രിമത്വം നടത്താതെ അത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഏതൊരു കാര്യവും പരസ്പരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതിന് വീഴ്ച വരുത്തരുതേ എന്ന് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കൾ പഠിപ്പിച്ചു കൊടുക്കുക. എത്രത്തോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രഹസ്യങ്ങളാണെങ്കിൽ പോലും പുറത്തറിയിക്കാതെ നിങ്ങളത് സൂക്ഷിക്കണം. നമ്മളോട് രഹസ്യമായ ഒരാൾ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുമായി കൊണ്ട് തെറ്റിപ്പിരിയുമ്പോൾ ആ അമാനത്ത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, തുറന്നു പറയരുത്. അത് അമാനത്തായിക്കൊണ്ട് നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഇടപാടുകളാണെങ്കിൽ അതിൽ ചതിയും വഞ്ചനയും നടത്താതിരിക്കാൻ നമ്മൾ അമാനത്തായിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പഠിപ്പിച്ചത്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദിൽ അമാനത ഇലാ മനി ഇത്തമനക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ, അമാനത്ത് നിന്നിൽ വിശ്വസിച്ചേൽപ്പിച്ചവനിലേക്ക് നീ അമാനത്ത് തിരിച്ചേൽപ്പിക്കണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, വലാ തഖുൻ മൻ ഖാനതക. നിന്നെ ചതിച്ചവനെ നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, ചതിക്കരുത്. നിന്നെ വഞ്ചിച്ചവനെ നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, വഞ്ചിക്കരുത് എന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന 1264 ഹദീസിൽ കൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് രഹസ്യം എന്നുള്ളത് അത് അമാനത്താണ്. അത് ജനമധ്യേ പ്രചരിപ്പിക്കുക എന്നുള്ളത് വഞ്ചനയാണ്.
അമാനത്തിൻ്റെ നേരെ വിപരീത പദമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. അതാണ് ഖിയാനത്ത് എന്ന് പറയുന്നത്, വഞ്ചന എന്നുള്ളത്. ഏറ്റെടുത്ത, നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടത്, നമ്മളിൽ സൂക്ഷിക്കപ്പെട്ടത്, രഹസ്യമായി നൽകപ്പെട്ടത്, അതൊന്നും എന്നേത് അമാനത്തായിക്കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടതാണെങ്കിൽ വഞ്ചന കാണിക്കരുത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്രത്തോളം ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ നിങ്ങൾക്കിടയിലുള്ള രഹസ്യങ്ങൾ വഞ്ചന കാണിക്കരുത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഏത് ജോലി ചെയ്യുന്നവരാണെങ്കിലും ആ ജോലിയിലൊക്കെ അമാനത്തുണ്ട് എന്നുള്ളതാണ്. അത് കൃത്യമായി കൊണ്ട് നിറവേറ്റണം. ആ അമാനത്തിന്റെ വിപരീത പദമായ ഖിയാനത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാം വളരെ വിരോധിക്കപ്പെട്ട കൊടിയ കുറ്റമായി കൊണ്ടാണ് ഇസ്ലാം ഖിയാനത്തിനെ പരിചയപ്പെടുത്തുന്നത്, വഞ്ചനയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലുമെല്ലാം വഞ്ചന കാണിക്കരുത്. നിങ്ങൾ നന്നായി സംസാരിക്കും, പക്ഷെ ആളുകൾ എന്ത് ചെയ്യും? പറഞ്ഞു പറ്റിക്കും, വഞ്ചിക്കപ്പെടും ആളുകൾ. അത് കച്ചവട രംഗത്താണെങ്കിലും ജോലി രംഗത്താണെങ്കിലും എല്ലാ രംഗത്തും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവോടും റസൂലിനോടും വഞ്ചന കാണിക്കരുത്. നിങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വഞ്ചന കാണിക്കരുത്. വിശുദ്ധ ഖുർആന് 8-ാം അധ്യായത്തിലെ 27-ാമത്തെ വചനത്തിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിര, അല്ലാഹുവിലും പ്രവാചകനിലും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിലും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വഞ്ചന കാണിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകുക. അങ്ങനെ വഞ്ചന കാണിച്ചാലുള്ളവർക്കാണ് ഹാവിയ എന്നുള്ളത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ ആയത്തിന്റെ വിവരണത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞു, ഖിയാമത്ത് അഥവാ ഖിയാനത്ത്, വഞ്ചന എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നു. സ്വന്തം ശരീരത്തിനോട് ചെയ്യുന്നതാകട്ടെ, തൻ്റെ സഹോദരനോട് ചെയ്യുന്നതാകട്ടെ, തൻ്റെ റബ്ബിനോട് ചെയ്യുന്നതാകട്ടെ, ഇതൊക്കെ ഈ വഞ്ചനയിൽപ്പെടും. ശരീരത്തിനോടും നമുക്ക് അമാനത്തുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ആ അമാനത്ത് കാത്തു സൂക്ഷിക്കൽ നിർബന്ധമാണ്. അപ്പൊ അത് ഈ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളെയും പൊതുവിൽ ഉൾക്കൊള്ളൂ എന്ന് ഇബ്നു കസീർ റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറഞ്ഞു, വഞ്ചന കാണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പഠിപ്പിച്ചില്ല, വഞ്ചന കാണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. അമാനത്തിന്റെ നേർ വിപരീതമാണ് വഞ്ചന എന്നുള്ളത്. അലി ഇബ്നു അബി ത്വൽഹ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും, അമാനത്തുകളിൽ വഞ്ചന കാണിക്കുകയും ചെയ്യരുത്. അമാനത്ത് എന്നാൽ അള്ളാഹു തന്റെ അടിയാറുകളെ വിശ്വസിച്ചേൽപ്പിച്ച നിർബന്ധ കർമ്മ. അത്ര ഗൗരവത്തോടു കൂടിയാണ് സഹാബാക്കളൊക്കെ അതിനെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ അങ്ങനെ പഠിപ്പിച്ചത്, നിങ്ങൾ വഞ്ചന കാണിക്കരുത്. വഞ്ചന മുസ്ലിമിന്റെ ലക്ഷണത്തിൽ പെട്ടതല്ല, വഞ്ചന കപട വിശ്വാസിയുടെ ലക്ഷണത്തിൽപ്പെട്ടതാ. നമ്മളൊക്കെ പലപ്പോഴും കേട്ടൊരു ഹദീസുണ്ട്. അള്ളാന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസുൻ, കപട വിശ്വാസികളുടെ ലക്ഷണം 3 എണ്ണമാകുന്നു. ഇദാ ഹദസ കദബ, സംസാരിച്ചാൽ അവൻ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, കരാർ ചെയ്താൽ അവൻ ലംഘിക്കും. വഇദാ ഇത്മിന ഹാന, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടാൽ അവൻ വഞ്ചിക്കും. ഓരോ കാര്യങ്ങൾ നമ്മൾ ഏൽക്കുക. നമ്മളോട് ഒരാൾ വിശ്വസിച്ചേൽപ്പിച്ച ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റിയിട്ടില്ലെങ്കിൽ കപട വിശ്വാസിയുടെ ഗണത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും. ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് അമാനത്ത് പൂർത്തീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് വഞ്ചന ചെയ്യാതെ അള്ളാഹുവിലേക്ക് അടുക്കുന്നവരായിക്കൊണ്ട് നമ്മൾ മാറണം. അങ്ങനെ മാറുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ നിഗല മേഖലയിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് തഖ്വയുള്ളവരായി മാറണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് 2 കാര്യങ്ങൾ പ്രവചിച്ചു. അവയിൽ ഒന്ന് ഞാൻ നേരിൽ കണ്ടു, രണ്ടാമത്തത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറഞ്ഞത് അമാനത്ത് ജനങ്ങളുടെ അടിത്തട്ടിൽ അവതരിപ്പിച്ചു. അഥവാ മനുഷ്യൻ്റെ മനസ്സിൽ അന്തർലീനമാണ് അമാനത്ത് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞത് ഖുർആൻ അവതരിച്ചു. അവർ ഖുർആനും സുന്നത്തും അനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 കാര്യം ഓർമ്മപ്പെടുത്തിയിട്ട് ഇതിലെ അമാനത്തിനെ കുറിച്ച് അവരോട് പറഞ്ഞതാണ്. പിന്നെ അമാനത്തിനെ ഉയർത്തപ്പെടുന്നതിനെ കുറിച്ച് ഞങ്ങളോട് അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. ഒരാൾ എങ്ങനെയാണ് അതിനെ അമാനത്തിന് ഉയർത്തപ്പെടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഉറങ്ങുമ്പോഴായിരിക്കും അയാളുടെ ഹൃദയത്തിൽ നിന്ന് അമാനത്തിനെ പിടികൂടുക. ഉറങ്ങുമ്പോഴായിരിക്കും അയാൾ അമാനത്തിനെ പിടികൂടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്നിട്ടോ അമാനത്തിൻ്റെ നിറം മങ്ങിയ അടയാളം മാത്രം അയാളുടെ ഹൃദയത്തിൽ ബാക്കിയാകും. അല്പം മാത്രം അയാളുടെ ഹൃദയത്തിൽ അതെന്ത് ചെയ്യും? ബാക്കിയാവും. വീണ്ടും പിന്നെയും അയാൾ ഉറങ്ങും. അപ്പോഴും അയാളുടെ ഹൃദയത്തിൽ നിന്ന് ബാക്കിയുള്ള അമാനത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കപ്പെടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് വിശദീകരിച്ചു, പിന്നെ ഒരു കുമിള മാത്രമേ അയാളുടെ ഹൃദയത്തിൽ ശേഷിക്കുകയുള്ളൂ. ഒരു തീക്കലിനടുത്ത് കാലിൽ തീ പൊള്ളിക്കഴിഞ്ഞാൽ ഒരു കുമിളയാകുന്നത് പോലെ അതുപോലെ വീർത്തിരിക്കും. അത്ര ലോഭ്യമായിക്കൊണ്ട്, അത്ര നിസാരമായിക്കൊണ്ടായിരിക്കും അയാളുടെ ഹൃദയത്തിൽ അമാനത്ത് അവശേഷിക്കുക. എന്നാൽ അതിനകത്ത് ആ കുമിള പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവുകയില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുറച്ച് ചരൽ കല്ലുകൾ എടുത്ത് തൻ്റെ കാലിലുരുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജനം ക്രയവിക്രയത്തിൽ ഏർപ്പെടുമ്പോൾ അവരിൽ ഒരാളും വിശ്വസ്തത പുലർത്തുന്നവരായി ഉണ്ടാവുകയില്ല. അങ്ങനത്തെ ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട്. പരസ്പരം മനുഷ്യന് ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ പരസ്പരം വിശ്വാസമുള്ള ആളുകൾ ഉണ്ടാകാത്തൊരു കാലം നിങ്ങൾക്ക് വരാനുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇന്ന കുടുംബത്തിൽ ഒരു വിശ്വസ്തനുണ്ട് എന്ന് ആളുകൾ പറയാൻ തുടങ്ങും. ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, ഇന്ന കുടുംബത്തിൽ അയാൾ വിശ്വസ്തനാണ് എന്ന് പറയപ്പെടുന്നൊരു കാലം നിങ്ങൾക്ക് വരും. മറ്റൊരാളെപ്പറ്റി പറയും, അയാൾ എത്ര ക്ഷമയുള്ളവനാണ്, എത്ര സമർത്ഥനാണ്, എത്ര ബുദ്ധിമാനാണ് എന്ന് ഓരോരുത്തരെ കുറിച്ച്, വ്യത്യസ്ത ആളുകളെ കുറിച്ച് ഇങ്ങനെ പറയപ്പെടുമെന്നാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? പക്ഷേ അയാളുടെ ഹൃദയത്തിൽ ഒരു കടുക് മണി പോലും, അത്ര തൂക്കം പോലും ഈമാൻ ഉണ്ടാവുകയില്ല എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കൂടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമാനത്തിനെ അള്ളാഹു ഉയർത്തപ്പെടും. അതിനു മുമ്പ് നമ്മൾ അള്ളാഹുമായി കൊണ്ടും മനുഷ്യരായിക്കൊണ്ടും തൻ്റെ ശരീരം കൊണ്ടുള്ള അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ഇല്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാവിയയിലേക്ക് വലിച്ചെറിയുന്ന രംഗം അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഹുതുമയിൽ നിന്നൊക്കെ, നരകത്തിൽ നിന്നും നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അമാനത്തുകൾ നിറവേറ്റിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായതും രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാ അള്ളാഹുവേ, നീ ഗഫൂറാണ് നാഥ, വദൂദാണ് നാഥ, ജബ്ബാറാണ് നാഥ, അസീസാണ് നാഥ, മുത്തക്കബ്ബിറാണ് നാഥ.